റബ്ബർ ബോർഡ് ചെയർമാനായി എൻ ഹരി ചുമതലയേറ്റു. കോട്ടയത്തെ റബ്ബർ ബോർഡ് ഹെഡ് ഓഫീസിലെത്തിയാണ് ചുമതലയേറ്റത്. റബ്ബർ കൃഷി വ്യാപനത്തിനും യുവാക്കളെ റബ്ബർ കൃഷിയിലേക്കും റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളിലേക്കും ആകർഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും എൻ ഹരി പറഞ്ഞു. രാവിലെ 11:45 റബ്ബർ ബോർഡിന്റെ പുതിയ ചെയർമാൻ എൻ ഹരി കോട്ടയത്തെ റബ്ബർ ബോർഡ് ഹെഡ് ഓഫീസിലെത്തി ചുമതലയേറ്റത്. കുടുംബാംഗങ്ങൾക്കും ജില്ലയിൽ നിന്നുള്ള BJP നേതാക്കൾക്കും ഒപ്പമെത്തിയ എൻ ഹരിയെ റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ M വസന്തകേശന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. റബ്ബർ കാർഷിക മേഖലയിലും റബ്ബർ ബോർഡിന് മുന്നിലും നിലവിലുള്ള പ്രതിസന്ധികൾ വലുതാണെന്ന് ചെയർമാനായി ചുമതലയേറ്റ ശേഷം എൻ ഹരി പറഞ്ഞു. ആളുകൾക്ക് റബ്ബർ വില സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ട്. തെറ്റായ അഭ്യൂഹങ്ങൾ മാറ്റി ആളുകളെ കൃഷിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് പ്രധാനം. 1947 റബ്ബർ ആക്റ്റാണ് ഇപ്പോഴും പിന്തുടരുന്നത്. റബ്ബർ ബില്ല് പാസ്സാകുന്നതോടെ വിപണിയിൽ ബോർഡിന് ഇടപെടാൻ കഴിയും. ഇതോടെ വിലയിൽ സ്ഥിരത ഉണ്ടാകും. RPSകളെയും റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസുകളെയും ശാക്തീകരിക്കേണ്ടതുണ്ടെന്നും എൻ ഹരി പറഞ്ഞു. സ്വാഭാവികമായും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഈ കർഷകരുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് അൺടാപ്ഡ് സ്ഥലങ്ങൾ കിടക്കുകയും ആവർത്തന കൃഷികൾ നടത്താതിരിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ഉൽപാദന മേഖല വർദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. യുവാക്കളെ റബ്ബർ കൃഷിയിലേക്കും റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളിലേക്കും ആകർഷിക്കുന്നതിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണം തേടും. റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ യുവാക്കൾക്കായി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എൻ ഹരി പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, മുദ്രയായിക്കോട്ടെ, അങ്ങനെയുള്ള ലോണുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ അവർക്ക് റോ മെറ്റീരിയൽസ് കൊടുക്കുക, അവരുടെ അതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്തി കൊടുക്കുന്നതും റബ്ബർ ബോർഡിൻ്റെ ഒരു ജോലിയായി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള സാധിക്കും. അപ്പോൾ അവരെ അത്തരം മേഖലയിലേക്ക് പിടിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് യുവാക്കളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട്. റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും റബ്ബർ ടാപ്പിംഗ് മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി പദ്ധതി ആസൂത്രണം നടത്തുമെന്നും എൻ ഹരി പറഞ്ഞു. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ എൻ ഹരി 3 വർഷമായി റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം.